അടങ്ങി നാശം പിടിച്ച കുടി. അമ്മേ ആ അച്ചാറ് ഇതങ്ങ് കൊടുത്തോ. എന്റെ പിള്ളേ, ഇതിന്റെ കൂടെ കാമ്പിശ്ശേരി ഷാപ്പിലെ താറാവ് കറി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓ. നിന്റെ വക്കീൽ പഠിത്തം കഴിഞ്ഞു? ഇല്ല, 1 വർഷം കൂടി ഉണ്ട്. ആ, ഷാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ രാഘവൻ പിള്ളേ, മെനിഞ്ഞാന്നേ കുമാരപുരത്തെ ഷാപ്പിന്റെ മുന്നിലെ കവുങ്ങും തോട്ടമില്ലേ, ചകാക്കലയുടെ മീറ്റിംഗ്. രഹസ്യവിവരം കിട്ടി ഞങ്ങളവിടെ ചെന്നതും അവന്മാരോടി കണ്ടപടി രക്ഷപ്പെട്ടു. പക്ഷെ ഒരുത്തനെ ഞങ്ങൾ പൊക്കി. ഞങ്ങൾ അവനെ ഉണ്ടല്ലോ ഭിത്തിയിൽ അങ്ങോട്ട് ചാരി ഇരുത്തി പെരുവിരൽ ചേർത്ത് മുറുക്കി അങ്ങോട്ട് കെട്ടി. എന്നിട്ട് അവന്റെ കാലിൽ റൂൾ തടിയെടുത്ത് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് മുട്ടു മുതൽ കണങ്കാല് വരെ ചുറന്നൊരു പോക്ക. ഉരുട്ടലേ. ആദ്യം കാലിന്റെ തോല് പൊളിഞ്ഞിങ്ങി പോന്നു. മസിലൊക്കെ ഉണ്ടല്ലോ, അരഞ്ഞ് വെണ്ണ പോലെയായി. എല്ലുപൊടിയുന്ന ഒച്ചയൊന്ന് കേൾക്കണം. പപ്പടം പൊടിയത്തില്ലേ, അത് തന്നെ. ഇനിയാ നമ്മുടെ യഥാർത്ഥ പണി വരുന്നത്. ഒരു പച്ച ഇറുക്കലെടുത്ത് അവന്റെ മറ്റതിൽ അങ്ങോട്ട് കയറ്റി ഇങ്ങനെ പിടിച്ചൊരു കറക്കങ്ങോട്ട് കറക്കി. മൂത്രത്തിന് പകരം പുറത്തു വന്നതേ ചോരയാ, ചോര. അതോടെ തീർന്നു അവന്റെ അമ്മമ്മയുടെ കമ്മ്യൂണിസം. തീപ്പെട്ടി ഉണ്ടോടാ? എന്താടാ ചോറ് ഇവിടെയും കൂറ ഇവിടെയും. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇതിനുള്ള പണി ഇതെന്ത് കാണിക്കണേ? പിടിച്ച് മാറ്റ്, മാറ്റങ്ങടെ. ഇവന് വണ്ടി എടുത്തിട്ടാ അവന്റെയൊക്കെ ഒരു കമ്മ്യൂണിസം. കൊച്ചുവാറു, കൊച്ചാപ്പി ഓർത്തിട്ടാണോ? എനിക്കും വിഷമമുണ്ട്. ഇവിടെ വളർന്ന ആളല്ലേ. എന്നാലും അവൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. മാധവൻ സഖ വന്നിട്ടുണ്ട്. കാവിനടുത്ത് നിൽപ്പുണ്ട്. കൊച്ചാപ്പിയെ കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ രാവിലെ മുതൽ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇല്ല, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ബോധമില്ലായിരുന്നു. ഇനി സഖാവോട് നിൽക്കണ്ട, അപകടം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ
കൊച്ചുവാറു അതാരാ? അജ്ഞാതവാസക്കാലത്തെ വിരാടരാജ്യത്തെത്തിയ പാഞ്ചാലി കൊട്ടാരത്തിൽ ദാസിയായിട്ട് അങ്ങോട്ട് കൂടി. നോക്ക് വല്യമ്മേ, എത്ര വലിയ കുട്ടിയായിട്ടും കുട്ടികളി മാറിയില്ലേ? ഒരെണ്ണം കൊടുക്ക കുട്ടി. ബാക്കി പറ വല്യമ്മേ. ആ, അപ്പോ രാജ്ഞിയുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, കീചകൻ. മഹാദുഷ്ടനായിരുന്നു. ഈ പാഞ്ചാലിയെ കണ്ടതും അയാൾക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ടായി. പ്രണയാഭ്യർത്ഥന നടത്തി നോക്കി. ആദ്യം വഴങ്ങില്ല എന്നറിഞ്ഞപ്പോഴോ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് രക്ഷയില്ല എന്നറിഞ്ഞപ്പോ കയറി അങ്ങ് പിടിച്ചു. എന്നിട്ട് ആരും ഒന്നും ചെയ്തില്ലേ? പാഞ്ചാലി ഭീമസേനോടാ പറഞ്ഞത്. എന്നിട്ട് നാളെ കഥകളി കാണുമ്പോ മനസ്സിലാവും. നമസ്കാരം. വരണം വരണം. ഗംഭീരാക്കണം. അങ്ങോട്ട് ഇരിക്കാം. ഇങ്ങോട്ട് വരിക. രാത്രി വഞ്ചിപ്പുര. മറക്കണ്ട.
കൊച്ചുപാറു കൊച്ചുപാറു അല്ല, സാവിത്രി, സഖാവ് സാവിത്രി. പൊക്കോ. ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. അതിപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നല്ലോ. ഷുഗർ പെട്ടെന്ന് അങ്ങ് കൂടിയായിരുന്നു, പിന്നെ അത് അറ്റാക്കായി. എനിക്ക് ആദ്യമായിട്ടൊരു ജോലി തന്നത് അഗസ്റ്റിൻ സാറാണ്. ആ, കുട്ടിക്കൃഷ്ണൻ പെട്ടെന്ന് ജോലി വിട്ട് പോയതും പുള്ളിക്കൊരു അതിശയമായിരുന്നു. അതെന്തായാലും നല്ലതിന് തന്നെ ആയിരുന്നല്ലോ. ഇങ്ങനെയൊക്കെയാ ഓരോ കാര്യങ്ങൾ. ഫാക്ടറി എസ്റ്റേറ്റും ഓ, അതൊക്കെ അങ്ങനെ പോകുന്നു. പിള്ളേർ ഇതൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നത്. അതൊന്നും നടക്കാൻ പോണില്ല. കുട്ടിക്കൃഷ്ണന് ധൃതിയൊന്നുമില്ലല്ലോ. ഇല്ല. ബാങ്കിൻ്റെ ആൾക്കാരെ അപ്പുറത്ത് വന്നിരിക്കുന്നു. പുള്ളിക്കാരൻ്റെ അക്കൗണ്ടൊക്കെ എൻ്റെ പേരിലേക്ക് ആക്കണ്ടേ, അതിന് വന്നതാണ്. അവകാശിയായിട്ട് എൻ്റെ പേര് തന്നെ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, 2 ഒപ്പിട്ടാൽ മതി. എന്നാലും ഇന്നത്തെ കാലമല്ലേ കുട്ടികൃഷ്ണ, ആരെയൊന്ന് വിശ്വസിക്കുക. ഞാനിപ്പോൾ വരെ. മോളിക്കുട്ടി ഒന്ന് നോക്കിയേ. മോളിക്കുട്ടി, ആ കേട്ടു. എന്താ ചേച്ചിയമ്മയോട് 23 രൂപ തരാൻ പറ. 23 രൂപയോ? ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ പിഴ പറ്റരുത്. അത് നമ്മൾ സഹിക്കില്ല. കുട്ടികൃഷ്ണ ആളെ മനസ്സിലായില്ലേ? അത് നമ്മുടെ പഴയ രാജ്യമല്ലേ. കുട്ടികൃഷ്ണന്റെ കാര്യം എപ്പോഴും അവള് പറയും. മലയാളത്തിൽ പറ, എന്താ കാര്യം? നമുക്ക് മലയാളവും വരും. നിന്റെ യജമാനെ വിളിക്കടാ. എന്താ വേണ്ടെന്ന് പറഞ്ഞോ? നിന്നോടല്ല, നിന്റെ യജമാനോടാണ് പറയാനുള്ളത്. വിളിക്കടാ. എന്താ? നിങ്ങൾക്ക് പാൽ വേണം? അതാണ് കാര്യം. എത്ര വേണം? രാവിലെ ഒരു കുപ്പി. വൈകുന്നേരം? വൈകുന്നേരം ആരാ മതി. എന്താ ചിരിക്കാൻ? നമ്മൾ ചിലപ്പോൾ ചിരിക്കും, അത് നമ്മുടെ കാര്യം. രാവിലെ വന്ന് വാങ്ങിപ്പോക്കൊള്ളണം. പാത്രം കൊണ്ടുവരണം. ഇവിടെ തന്നാ മതി, അതാ നല്ലത്. ആ, എന്നാലൊരു കാര്യം ചെയ്യാം. കാച്ചി സക്കര ഇട്ട് കൊണ്ടുതരാം. അപ്പൊ പിന്നെ കുടിച്ചാ മതിയല്ലോ.
ഒന്നെങ്കിൽ വന്ന് വാങ്ങിപ്പോക്കോണം. അവന് സ്ഥലമറിയില്ലായിരിക്കും. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയണം. നമ്മൾ അങ്ങനെയാണ്. അമ്മന്തറയിൽ വന്ന് റാച്ചിമ്മയുടെ വീട് ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരും. ആരേ രാജ്യമ്മ? അത് നമ്മളാണ്. പെട്ടെന്ന് ആട്ടടി, ഇവളെയൊക്കെ ഒന്ന് പണിക്കിറക്കാനുള്ള പാട്. പെട്ടെന്ന് നിന്റെ കെട്ടും പൂട്ടും വെക്കാം. പെട്ടെന്ന് ആട്ടടി. എടി പെട്ടെന്ന് ആയിക്കോട്ടെ. അങ്ങോട്ട് സാറ് വരുന്നുണ്ടല്ലേ? എടി അങ്ങോട്ട് മാറുന്നേ. മാറിയേക്ക് മാറിയേക്ക്. നിങ്ങളുടെ പെട്ടിയെടുക്കണോ അടി? മാറിക്കണേ അങ്ങോട്ട്. കണ്ടോണ്ട് നിൽക്കുക. ഇതാ സീറ്റ്. ഇരുന്നോളൂ ഇരുന്നോളൂ, അവിടെ തന്നെ ഇരുന്നോളൂ. ഇത് കണ്ടില്ലേ? ഇതും വളരെ മോശം സാധനമാണ്, കൊള്ളില്ല. ഇത് കണ്ടോ? പ്രിയപ്പെട്ട അമ്മയ്ക്ക് ജോലിക്ക് കയറുന്നിട്ട് 3 ദിവസമായി. താമസിക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടി. അഗസ്റ്റിൻ സാറിനെ കാണാൻ പറ്റിയില്ല. ഭക്ഷണം വെക്കാൻ ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ട്. നാളെ രാവിലെ ഒരു സ്ത്രീ പാല് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എരുമപ്പാല. ഇവിടെ നല്ല തണുപ്പാണ്. വേറെ വിശേഷമൊന്നുമില്ല അമ്മേ. അമ്മയ്ക്ക് സുഖമെന്ന് കരുതുന്നു. എന്ന സ്വന്തം മകൻ കുട്ടിക്കൃഷ്ണൻ. ഒരു ഗ്ലാസ് റവയ്ക്ക് എത്ര ഗ്ലാസ് വെള്ളം വേണം? ഇതൊന്നും നിനക്കറിയാൻ പാടില്ലേ? എല്ലാം സാറിനോട് ചോദിച്ചാൽ ചെയ്യാൻ പറഞ്ഞേക്കണേ. നീ ഒരു കാര്യം ചെയ്യും, പോയാൽ പാത്രമെല്ലാം വൃത്തിയായിട്ട് കഴുകി. അതൊക്കെ കഴുകി. രാവിലെ പാല് മേടിക്കാനുള്ള പാത്രം കിട്ടിയോ? കിട്ടി. ഒരു ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചോ? 1 പോരാ, 2 വേണം. പിന്നെ എന്തിനാ ചോദിച്ചേ? അത് ഞാൻ എടാ, രാവിലെ പോയി പാല് വാങ്ങിച്ചോണ്ട് വന്നോ? പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത്. ചലോ. ആ കിട്ടിയാ? നീ പെട്ടെന്നൊരു ചായ ഇട്, എനിക്ക് പറയണം. പിന്നെ പാല് നിറച്ച് ഒഴിച്ചു. പാല് കിട്ടിയില്ല. അതെന്താ? അമ്മന്തറോട് മനുഷ്യനില്ലായിരുന്നു, പിന്നെ ആരോട് ചോദിക്കാനാ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഒരു കട്ടന കിട്ടോ? പഞ്ചാര എങ്ങനെയാ? നല്ലോണ്ട്. അവളെ പേടിച്ചാലും